ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗയാമി ലെഷർ ടൈം. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ദം ബിരിയാണി ഉണ്ടാക്കിയാലോ. ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ജീരകശാല റൈസ് 1.5 കിലോ എടുത്തിട്ടുണ്ട്. 1.5 കിലോ ചിക്കനും അതിന് ആവശ്യമുണ്ട്. നമ്മളൊരു 8-9 സവോളയുണ്ട്, അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഒരു 25-30 പച്ചമുളക് ക്രഷ് ചെയ്തതാണ്. മല്ലിച്ചപ്പ്, പുതിനയില. തക്കാളിക്ക് ഒരു 7 മീഡിയം നീളത്തിലരിഞ്ഞത്. ഇഞ്ചിയും വെളുത്തുള്ളിയും 5 ടേബിൾ സ്പൂൺ വേണം, ചതച്ചതാണ്. പച്ചമുളകാണിത്, ഒരു 25. പിന്നെ 1 കപ്പ് തൈര് നമുക്ക് ആവശ്യമുണ്ട്. നാരങ്ങ നീര്, ഒരു 3 വലിയ നാരങ്ങയുടെ നീര് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഡാൽഡ ആവശ്യത്തിന്. ഇത് കുരുമുളകും പെരിഞ്ചീരകം കൂടെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന 1 ടേബിൾ സ്പൂൺ വേണം. ഉപ്പ് ആവശ്യത്തിന്. ഇത് നമ്മൾ പൈനാപ്പിൾ എസൻസ് ആണ്, അത് 1 കപ്പ്, ഒരു 3-4 ഡ്രോപ്പ് മതി. ആവശ്യത്തിന് നെയ്യ്, കിസ്മിസ്. നമ്മൾ ഗരം മസാലയാണ്, ജാതിപത്രി, ഏലക്ക, ഗ്രാമ്പു എല്ലാം കൂടെ പൊട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ കശുവണ്ടിയും ആവശ്യത്തിന് വേണം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടൊരു വലിയ പാത്രം നമ്മൾ ഗ്യാസിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഡാൽഡ, ഒരു 4 ടേബിൾ സ്പൂൺ ഡാൽഡയും ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുക. അതിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ ഒരു 1.5 സവാള സ്ലൈസായിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഇട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ദമ്മിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി കുറച്ച് മാറ്റി വയ്ക്കണം. നമ്മൾ ഇതിലേക്കിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് ഒരു ചെറിയ ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കാഷ്യൂനട്ട് ഇടണം. ഇപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി മൂപ്പിക്കുക. ഒരു സ്പെഷ്യലാണ് കേട്ടോ, നമുക്ക് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ടു. ഒരു 10-25 കാഷ്യൂനട്ട് വേണം. അത് നന്നായിട്ട് ഇളക്കുക. ഇതൊരു ചെറിയ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതിലേക്ക് കിസ്മിസ് ഇടാം. അപ്പോൾ കിസ്മിസ് ഇട്ടിട്ടുണ്ട്. കിസ്മിസും നമുക്ക് ഒരു 10-30 കിസ്മിസ്, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. നന്നായി ഇളക്കുക. ഇത് നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം. അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒരു 5 ടേബിൾ സ്പൂൺ വേണം കേട്ടോ. ഇതൊരു 25-30 എരിവനുസരിച്ചിട്ട് പച്ചമുളക് ചതച്ച് ഇടുക. നമ്മളിതിലേക്ക് മുളക് പൊടി ഒട്ടും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും പച്ചമുളക് ചേർക്കുന്നത്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇടുക. ഇതൊരു 7-8 സവോള കാണും, മീഡിയം ടൈപ്പാണ്. അതിട്ട് നന്നായി ഇളക്കുക. എല്ലായിടത്തും ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ചേർക്കാം. 1 ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് ഉപ്പ്. ഉപ്പ് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് വീണ്ടും നോക്കാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. നമ്മളിതിലേക്ക് കളറിന് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി, കാര്യം മറ്റുള്ളതൊന്നും ചേർക്കുന്നില്ല. ഇനി ഒരു 7 മീഡിയം തക്കാളിക്ക നീളത്തിലരിഞ്ഞതും കൂടി ഇതിലൂടെ ചേർക്കുന്നുണ്ട്. അതൊന്ന് ഉടഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1 കപ്പ് തൈര് ഒഴിച്ചാൽ മതി. നമ്മൾ നാരങ്ങ നീരും ചേർക്കുന്നുണ്ട്. 1 കപ്പ് തൈര് ചേർത്താൽ മതി. ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും പുതിനയിലയും കൂടെ 1 കൈപ്പിടി ഇടുക. അത് നന്നായി വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് 1.5 കിലോ ചിക്കൻ, കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടുക. നന്നായി ഇളക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. നമുക്കിനി ഇത് അടച്ച് വെച്ച് വേവിക്കണം. ഓക്കെ, ആ ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ 3 വലിയ നാരങ്ങയുടെ നീര് ഒഴിച്ച് അടച്ച് വെച്ച് ഒരു 25-30 മിനിറ്റ് വേവിക്കുക. ഈ സമയം നമുക്ക് മറ്റൊരു ചെമ്പിലേക്ക് വെള്ളം നിറയെ വെക്കുക. നമുക്ക് റൈസ് വേവിക്കാനാണ്. അതിലേക്ക് നമുക്കൊരു 5-6 ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീഫ് എല്ലാം ഇടുക, സ്മെല്ല് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്കൊരു 2 ടീസ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം നല്ല വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്കതിലേക്ക് റൈസ് ഇടാം. നമ്മളിപ്പോൾ ഇവിടെ 1.5 കിലോ ജീരകശാല റൈസാണ്. നമുക്കൊരു 8 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ളതുണ്ട്. നമുക്കതിലേക്കിട്ട് അത് വേവിക്കും. ഇതിന് വലിയ വേവില്ല, ബസ്മതി റൈസിന് അത്രയും വേവില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വേവ് ചെക്ക് ചെയ്യണം. നമ്മൾ ദം ചെയ്യുന്നതുകൊണ്ട് ഇത് ഒരു 3/4 വേവാകുമ്പോൾ നമ്മൾ എടുക്കണം. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്ക് നമ്മൾ അരി നോക്കണം. അപ്പോൾ നമ്മുടെ അരിയെല്ലാം വെന്തിട്ടുണ്ട്. നമ്മളിനി ഒരു
പഴയ പാനോ വല്ലതും ഗ്യാസിൽ വെച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ ദം വയ്ക്കാൻ പോവുകയാണ്. ഒരു വലിയ പാത്രം വയ്ക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നമ്മളുടെ ചിക്കനും റൈസും റെഡി ആയിട്ടുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് ദം ഇടാം. അതിലേക്ക് നമ്മൾ കുറച്ച് റൈസ് ഇടുക. ഈ നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിൽ റൈസ് ഇട്ട് എല്ലായിടവും ആ പാത്രത്തിൽ എല്ലാ ഭാഗത്തും ആക്കുക. എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഒഴിക്കാം. അതിൻ്റെ സ്മെല്ല് നല്ലതായിട്ട് വരാൻ വേണ്ടി ആദ്യമേ തന്നെ പൈനാപ്പിൾ എസൻസ് ഒഴിക്കാം. ഇനി നമുക്കതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഇടുക. കുറച്ച് തൂവി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്, ഉള്ളി, കിസ്മിസും എല്ലാം കൂടെ കുറച്ച് മീതെ ഇടുക. ഓക്കെ, ഇതിലേക്ക് നമുക്കിനിയും ചിക്കൻ നമ്മൾ വേവിച്ച് പറ്റിച്ച് വെച്ചിട്ടുണ്ട്. ചാറൊന്നുമില്ല, വേവിച്ച് പറ്റിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ അതിൻ്റെ ചാറും കഷ്ണമൊക്കെ ആകത്തക്ക രീതിയിൽ ചിക്കൻ ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആകത്ത രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ വീണ്ടും ഇതിലേക്ക് റൈസ് ഇടും. നമ്മൾ വീണ്ടും ഇതിലേക്ക് റൈസിനെയും ചേർക്കും. 1 നുള്ളു ഗരം മസാല ഞാനൊന്ന് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ, ആ മസാലയുടെ ഒരു സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നമുക്കിതിലേക്ക് ഇടാം. ഓക്കെ, റൈസ് നമ്മൾ വീണ്ടും എല്ലായിടത്തും ഒരു തവി കൊണ്ട് നന്നായി എല്ലായിടവും ചേർക്കുക. നമുക്കിതിലേക്ക് വീണ്ടും മല്ലിച്ചപ്പും ഇട്ടതിന് ശേഷം കാഷ്യൂനട്ടും എല്ലാം വീണ്ടും ഇടുക. കാഷ്യൂനട്ടും മുന്തിരിങ്ങയും സവോളയും എല്ലാം കൂടെ വറുത്ത് വെച്ചിരിക്കുന്നത് ഇടുക. വീണ്ടും നമ്മൾ മുമ്പേ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. പുതിനയില ഇടണ്ട, മല്ലിയില ഇട്ടാൽ മതി. മല്ലിയില ഇടുക. പിന്നെ നമുക്ക് വീണ്ടും ചിക്കൻ, നമ്മളിപ്പോൾ 2 ലെയറായിട്ടാണ് ദം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ബാക്കിയിരിക്കുന്ന ചിക്കൻ മൊത്തം നമുക്കിതിലേക്ക് ഇടാം. ബാക്കിയിരിക്കുന്ന റൈസും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. ഇട്ട് നന്നായി എല്ലാ ഭാഗത്തേക്കും റൈസ് ആക്കുക. നമ്മുടെ ദം ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇട്ട് നമ്മൾ നിരത്തിയത്. ഇനി നമുക്കിതിലേക്ക് വീണ്ടും കിസ്മിസും അണ്ടിപ്പരിപ്പും സവാളയൊക്കെ വറുത്തതിടുക. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു. കുറച്ച് ഗരം മസാലയും കൂടെ മുകളിൽ കുറച്ച് 1 നുള്ള ഇടുന്നുള്ളൂ. ഇനി നമ്മളിത് അടച്ച് വെക്കുക. എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ ഒരു ഭാരമുള്ള, ഞാനിപ്പോൾ ഒരു അമ്മിക്കല്ലാണ് വെക്കുന്നത്, എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഭാരമുള്ള ഒരു സാധനം വയ്ക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ദം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്ത് രസമുണ്ടല്ലേ. സ്വാദിഷ്ടമായിട്ടുള്ള നല്ല ദം ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ പൊടിഞ്ഞു പോവാതെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സ്വാദേറും ദം ചിക്കൻ ബിരിയാണി സ്പെഷ്യലാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.